നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു ഗെറ്റ് ടുഗദറിൽ ഇരിക്കുകയാണ്. അവരെല്ലാം അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സും ആണ് ഓർഡർ ചെയ്തത്. പക്ഷെ നിങ്ങൾ ഒരു സാലഡാണ് ഓർഡർ ചെയ്തത്, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടൊരു ഫുഡാണ് ഓർഡർ ചെയ്തത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലീൻ മാക്സ് ചെയ്യണം. ഇത് കാരണം കൊണ്ട് എല്ലാവരും നിങ്ങളെ ഒരു ലെസ് ഫണ്ണായിട്ടുള്ള ഒരാളായിട്ടായിരിക്കും കാണുന്നത്. ഇമാജിൻ ഒരാൾ ബ്ലാക്ക് ഫ്ലിപ്പ് ചെയ്യുന്നത്. അത് കാണാൻ നല്ല കൂളായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അയാൾ ഒരു 99 തവണ ചെയ്തിട്ടായിരിക്കും ഈ 100ാമത്തെ തവണയായിരിക്കും ശരിയായത്. പക്ഷേ ഈ 99 തവണ ചെയ്തതും കാണാൻ അത്ര കൂളായിട്ടുള്ളൊരു കാര്യമല്ലായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ റിസൾട്ടാണ് കാണിക്കേണ്ടത്, അല്ലാതെ നിങ്ങളുടെ എഫേർട്ടല്ല. എഫേർട്ട് മറച്ചു വെച്ചിട്ട് നിങ്ങളുടെ റിസൾട്ടാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. നിങ്ങൾ അതിനെപ്പറ്റി ഒത്തിരി പറഞ്ഞുകൊണ്ടിരിക്കുക, സ്റ്റോറി ഇടുക, സ്റ്റാറ്റസ് ഇടുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ലെന്ന് ആൾക്കാർക്ക് തോന്നുന്നു. അപ്പോൾ അവർ നിങ്ങളിലൊരു ക്യാരക്ടർ കാണും. ഇപ്പോൾ ഒരു ഗേൾ മേക്കപ്പ് ഇടാഞ്ഞിട്ടും ഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഷീ ഈസ് നാച്ചുറൽ. അതുകൊണ്ടാണ് ഈ ഗേൾസ് നോ മേക്കപ്പ് ലുക്ക് ചൂസ് ചെയ്യുന്നത്. കാരണം കണ്ടു കഴിഞ്ഞാൽ മേക്കപ്പ് ഇട്ടിട്ടില്ലെന്നാണ് എനിക്കും തോന്നുന്നത്, പക്ഷേ ഇട്ടിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും പുരുഷന്മാർക്ക് മേക്കപ്പ് ഇടാത്ത സ്ത്രീകളോട് അട്രാക്ഷൻ തോന്നുന്നത്? അറ്റ്ലീസ്റ്റ് മേക്കപ്പ് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്ന മേക്കപ്പ് ഇട്ടിട്ടുള്ളവരോട്. കാരണം ദേ ഹാവ് ബെറ്റർ ജെനറ്റിക്സ്. ഫോർ എക്സാമ്പിൾ, ഒരു TV സീരീസിലെ കാസ്റ്റിനെ കാണാൻ നല്ല ഭംഗിയായിരിക്കും, എല്ലാവരും നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഒരിക്കലും ആ സീരീസിനകത്ത് അവരെ എക്സസൈസ് ചെയ്യുന്നതോ അൺഹെൽത്തി ഫുഡ് കഴിക്കാതിരിക്കുന്നതോ മേക്കപ്പ് ഇടുകയോ അവരുടെ ലുക്സിനെ പറ്റി ഒത്തിരി ഒബ്സസ്ഡ് ആകുന്നത് കാണാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ സ്കിൻ കെയർ ചെയ്യുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. ഇയാൾ ഒരു ദ്വീപിൽ കുടുങ്ങിപ്പോയ ഒരാളെ പോലെയും അതേസമയം പൂർണ്ണ ആരോഗ്യമുള്ള ഒരാളെ പോലെയും തോന്നിക്കണം. നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ വളരെ ഫിറ്റായിട്ടുള്ള ഒരാളെ പോലെ തോന്നിക്കണം. പക്ഷെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനോ ഡയറ്റ് നോക്കാനോ ഒന്നും താല്പര്യമില്ല എന്നുള്ളൊരു ഇമേജ് ആയിരിക്കണം നിങ്ങൾ ബാക്കിയുള്ളവർക്ക് നിങ്ങളെപ്പറ്റി കൊടുക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് നല്ല മസിലുണ്ട്, നിങ്ങൾ നല്ല ഫിറ്റായിട്ടിരിക്കുന്നു. കാരണം നിങ്ങളൊരു ജിം റാറ്റാണ്, ആൾക്കാർക്കെല്ലാം അറിയാം. ജിമ്മെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രാന്താണ്. നിങ്ങൾ ഡയറ്റ് കൃത്യമായിട്ട് നോക്കും, എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ ജിമ്മിൽ പോവും. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്കൊരു അതിശയമല്ല നിങ്ങൾ കറക്റ്റ് ഫിറ്റായിട്ടിരിക്കുന്നതെന്നുള്ളത്. ഇത് കാരണം കൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ഹൈ ക്വാളിറ്റി ജെനറ്റിക്സ് ഉണ്ടെന്ന് അവർക്ക് തോന്നത്തില്ല. ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഡയറ്റിനെ പറ്റിയോ ലുക്സിനെ പറ്റിയോ ഒന്നും ബോദർ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങളെ കാണാൻ ഒരു മെയിൽ മോഡലിനെ പോലെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത തലമുറ ഉണ്ടാക്കാൻ ഐഡിയൽ ആയിട്ടുള്ള ജെനറ്റിക്സ് ഉണ്ടെന്നാണ്. സ്ത്രീകൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കുട്ടികൾ അട്രാക്റ്റീവ് ആയിട്ടിരിക്കണം, അല്ലാതെ അവരുടെ കുട്ടികൾ ജിംസെല്ലാവരുത്. വണ്ണമുള്ളതോ പൊക്കമുള്ളതോ ആയാലും അങ്ങനെ തന്നെ. നല്ല മസിൽസും നല്ല ഫിറ്റായിട്ടിരിക്കുന്ന ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരാളും ആവറേജ് ലുക്കിംഗ് ആയ നല്ല ഹൈറ്റുള്ള ഒരാൾ വെച്ച് നോക്കുവാണെങ്കിൽ സ്ത്രീകൾ ചൂസ് ചെയ്യുന്ന എപ്പോഴും ഹൈറ്റുള്ള ഒരാളെ ആയിരിക്കും. കാരണം ഉണ്ടാകുന്ന കുട്ടിക്ക് മസിൽസ് പിന്നെയാണല്ലോ ഉണ്ടാക്കാം, പക്ഷേ ഹൈറ്റ് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. കാരണം അത് ജെനറ്റിക്സ് ആണ്. നിങ്ങൾ ആക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒരു നോർമൽ ഗായ് ആണ്. ഈ നോർമീസ് ചെയ്യുന്ന പോലെ എക്സ്ട്രാ ആയിട്ടൊന്നും നിങ്ങൾ ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ എന്തോ കാരണം കൊണ്ട് നിങ്ങൾ പെർഫെക്റ്റ് ഷേപ്പിൽ ഫിറ്റായിട്ടിരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കും സെലിബ്രിറ്റീസ് അവരുടെ പ്ലാസ്റ്റിക് സർജറിയെ പറ്റി ഹൈഡ് ചെയ്യുകയും കള്ളം പറയുകയും ചെയ്യുന്നത്? കാരണം അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻഫീരിയർ ജെനറ്റിക്സ് ആണ്. പിന്നെ അതൊരു തരത്തിൽ ഫ്രോഡിങ് ആണ്. നിങ്ങൾക്ക് ഇനി ഇതുപോലത്തെ ചാർട്ട് റൂൾസ് വേണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.